നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് ഫ്രൈ ആണ്. നമ്മൾ അടിപൊളി പോർക്ക് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പോർക്ക് ഫ്രൈ റെഡിയാക്കാനുള്ള നമ്മുടെ ഉരുളി റെഡിയാണ്. നമുക്ക് ആദ്യമേ പോർക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പോർക്കാണ്. നമുക്ക് ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പോർക്കിന് ആവശ്യമായിട്ടുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 1 ടീസ്പൂൺ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പോർക്ക് നന്നായി വെന്ത് കിട്ടാനുള്ള 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി മൂടി വെച്ച് ഏകദേശം 10-20 മിനിറ്റോളം നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പോർക്ക് നന്നായി വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ മസാല, പോർക്ക് ഫ്രൈക്കുള്ള നമ്മുടെ സ്പെഷ്യൽ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പോർക്ക് ഫ്രൈക്കുള്ള മസാല റെഡിയാക്കാനുള്ള നമ്മുടെ ഉരുളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉരുളിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/2 മുറി തേങ്ങയുടെ കൊത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങയുടെ പകുതി ചെറുതായി കൊത്തിയെടുത്തതാണ്. നമ്മുടെ തേങ്ങ ചെറുതായി ഒന്ന് മൂത്ത് ലൈറ്റ് ബ്രൗൺ കളറായി വരണം. നമ്മുടെ തേങ്ങ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 സവോള, മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോളയിലോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള ഇനി നന്നായി ഒന്ന് വാടി വരണം. നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോള നന്നായി വാടി വന്നിട്ടുണ്ട്. നമ്മളിവിടെ പച്ചമസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കുത്തൽ മാറിക്കിട്ടാനായിട്ട്, പച്ചമണം മാറിക്കിട്ടാനായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പച്ചമസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്പൈസിക്ക് ആവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് നമ്മുടെ മസാലയിൽ കിടന്ന് മൂത്ത് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ മസാല നന്നായിട്ട്, പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ മസാല റെഡിയായി വന്ന സമയം കൊണ്ട് നമ്മുടെ പോർക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റി നോക്കാം. പോർക്കിൻ്റെ വെള്ളം എല്ലാം പറ്റി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മസാല ഇവിടെ പോർക്കിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാലയും പോർക്കും കൂടെ നന്നായി നമുക്ക് മിക്സ് ആക്കി എടുക്കാം.
നമുക്ക് ഈ അവസരത്തിൽ എണ്ണ ആവശ്യമായി തോന്നുമെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പോർക്കിലോട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേണം നമ്മുടെ പോർക്ക് നന്നായി ഫ്രൈ ആയി വരാനായിട്ട്. നന്നായി ഇളക്കിയെടുക്കാം. നമ്മുടെ പോർക്കിന് ഈ അവസരത്തിൽ ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഉപ്പ്, മസാല, കുരുമുളക് പൊടി എല്ലാം നമുക്ക് ഈ അവസരത്തിൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ട് നല്ല നാടൻ കരിയാപ്പില, ഒരു 2 തണ്ടോളം നാടൻ കരിയാപ്പില നമുക്കൊന്ന് ചെറുതായി കയ്യിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് പോർക്ക് ഫ്രൈയിലോട്ട് വിതറി കൊടുക്കാം. ചൂടായി വരുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടാനായിട്ടാണ്. അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. പോർക്ക് ഫ്രൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ അമർത്തണം. താങ്ക് യു.